വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു വട്ടയപ്പം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. അത് മിനിമം 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയത്തിൽ താഴെയുള്ള മധുരമേ ഉള്ളൂ. നല്ല മധുരം വേണ്ടിയവർക്ക് 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ആയതുകൊണ്ട് കൂടുതൽ ലൂസാകും. ഇപ്പം ഞാനത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1.5 തൊട്ട് 1.25 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ മൂപ്പില്ലാത്ത എളപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതെല്ലാം ഒരേ ജാറ് ചെയ്യണമെന്നില്ല. ചെറിയ ജാറാണെങ്കിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ 1.25 തൊട്ട് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കരുത്. ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ബാക്കിയുള്ള തേങ്ങ അരച്ചെടുത്ത് ഈ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യമേ ഒരുമിച്ച് ചേർത്താൽ മാവ് വേഗം പുളിച്ചു പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. നോർമൽ കുത്തരി ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കപ്പി കാച്ചുന്നതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്ന സ്റ്റെപ്പാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ചോറിന് പകരം അവൽ നനച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 കപ്പ് തൊട്ട് 1 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാവ് ലൂസായി പോവും. പിന്നെ പൊങ്ങി കഴിയുമ്പോൾ അതിലും ലൂസായി പോവും. അതുകൊണ്ടാണ്. പഞ്ചസാര കൂടുതൽ ചേർക്കുന്നവർ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. പഞ്ചസാര കൂടുന്തോറും മാവ് കൂടുതൽ ലൂസായി പോകും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിനിമം 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ 6 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇത് നന്നായി പൊങ്ങി വരും. ഇപ്പം ഞാൻ തണുപ്പുള്ള സ്ഥലത്തായതുകൊണ്ട് എനിക്ക് 6 മണിക്കൂർ എടുത്തു ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ. ഈ ഒരളവിൽ നമുക്ക് 3 അപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അപ്പത്തിന് മാവ് ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് മാത്രം ഇതുപോലെ ഇളക്കി എടുത്തിട്ട് വേണം ഒഴിക്കാൻ. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒഴിക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ നമുക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തിൻ്റെ താഴെ നിൽക്കണം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ മുകൾ ഭാഗത്തുനിന്ന് മാത്രം മാവെടുത്ത് ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ അപ്പത്തിന് അതുപോലെ വീണ്ടും മുകൾ ഭാഗത്തുനിന്ന് മാത്രം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ ഒരു സ്റ്റീമറിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. സ്റ്റീമറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി വന്നതിന് ശേഷം നമുക്കതൊരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് അത് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആദ്യത്തെ 2 വട്ടയപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത്. ഇത് മധുരം കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. മധുരം കുറച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രേവിയുടെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സ്റ്റൂവോ ഏതാണെങ്കിലും നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്